ഗായ്സ് അപ്പോൾ നിൽക്കുന്നത് പറവന്നൂർ മുയലിനും പുല്ലരിക്കൽ തന്നെ പണി. റമദാൻ ഇപ്പോൾ ഇത്ര 6 ഇപ്പോൾ എന്തുവാണ് ആ പുല്ലരിക്കലാണ് പണി. പുല്ലരി അപ്പോൾ സ്കൂട്ടി ഇട്ട് വന്നിരിക്കണം. എന്തായാലും സ്ഥലം വരുന്നത് പറവന്നൂർ സ്റ്റേഡിയം ആ ഭാഗത്ത്. നമ്മളെ വിശ്രമിക്കാന്തൊക്കെ ഉണ്ടാവും കാണുന്നുണ്ടാവും. അപ്പോൾ പുല്ലരിച്ചിലാണ് പണി. അപ്പോൾ ബാക്കി ഇവിടെ കണ്ടു നോക്കി എന്തായാലും. ഓക്കെ, പുല്ല് പ്രശ്നം താല്പര്യം കണ്ടു നോക്കി. അപ്പോൾ ഓക്കെ, കണ്ടു നോക്കി എന്തായാലും. ഷൂ ഇതാണ് പുല്ല്. മുയലിന് കൊടുക്കാൻ പറ്റിയ പുല്ലാണ്. കറുക പുല്ല് എന്നൊക്കെ പറഞ്ഞു. നിങ്ങളുടെ നാട്ടിലെന്താ പറയുക എന്നൊക്കെ അറിയില്ല. ഇതിങ്ങനെ പറിക്കുക അതൊക്കെ തന്നെയാണ് പണി. ഇതൊന്നും പണിയെന്നറിയില്ല, നോമ്പിനൊരു പണിയാണ്. ഗായ്സ് 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 അതാണ് സ്ഥലം പറഞ്ഞത് പറവന്നൂർ വിശ്രമ കേന്ദ്രമാണ് കാണുന്നതൊക്കെ. പറിച്ചിട്ട് എന്തായാലും ബാക്കി കണ്ടു നോക്കി, എന്തായാലും ഇഷ്ടപ്പെടും നോക്കി. ഓക്കെ, പുല്ല് പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ അപ്പോൾ ഈ പുല്ല് പറിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, പറവന്നൂരിൽ നിന്നും ക്യാമറമാൻ അസീബിനൊപ്പം അസീബ്. ഓക്കെ, അടുത്ത വീഡിയോ ആണ്. പറിച്ചിലൊക്കെ കഴിഞ്ഞിരിക്കണം, എന്തായാലും വണ്ടി തക്കണം. അപ്പോൾ പറവന്നൂർ പറിച്ചിലൊക്കെ കഴിഞ്ഞ് പെരയിൽ പോയിട്ട് മുയലിന് ഇട്ട് കൊടുക്കട്ടെ. ഓക്കെ, ബായ്. എന്തായാലും കണ്ടോക്കി. മുയലിന് തിന്നോന്നറിയില്ല, കൊടുത്തു നോക്കാം എന്തായാലും. ഓക്കെ, അപ്പോൾ മഞ്ഞച്ചോല എത്തിക്കണേ ഗായ്സ്. മഞ്ഞച്ചോല ഇത് പറയാൻ മഞ്ഞച്ചോലക്ക് ചാടി. മഞ്ഞച്ചോല കണ്ടോക്കി. മഞ്ഞച്ചോല അങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും തറവാട് മുയലിന് തീറ്റ എടുത്തിട്ട് ഇങ്ങനെ മുയലിന് പുല്ലിട്ട് ഇങ്ങനെ വരാടേ. മഞ്ഞച്ചോലയൊക്കെ വരാടേ. കാണാൻ ഞങ്ങളെ നാട് കാണാൻ കണ്ടോക്കി. ഇതിനെ പറയാളെ കുഞ്ഞാമേക്കൻ്റെ ഇതാണ് പള്ളി. ഇതാണ് ജമാഅത്ത് പള്ളി ഇവിടുത്തെ. അപ്പോൾ അതിൽ വീടെത്തി കാഴ്ച, വീട് തെറിഞ്ഞു കാഴ്ച. അപ്പോൾ വീട് ഉണ്ടാക്കാല്ലേ. അപ്പോൾ വണ്ടി ഒന്ന് വീണാ പ്രശ്നമാണ്. പണിയാണ്. നാട്ടിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. തങ്ങന്മാരെ വരാം. പണി നടക്കണുള്ളൂ. തങ്ങന്മാരെ വരാം. എന്താണ് ആസാദാക്ക കള്ള വളരെ വീട്ടുകളായി പോയിക്കോട്ടിരിക്കാം. ഓക്കെ എന്നാ എന്തായാലും പുല്ലെടുക്കണേ. മയിലെ പുല്ലെടുക്കാം. ഇതാണ് പുല്ല്. മയിലേ പുല്ല് തരാ. നമുക്ക് ഒരാഴ്ചക്ക് തിന്നാളെ കൊടുത്തിക്കണം. അപ്പോൾ ഏതായാലും അടുത്ത സൈറ്റിൽ പോയിട്ട് കാണാം. ഓക്കെ, ബൈ. നല്ല പോപ്പുലർക്ക് വന്നാണ് വണ്ടി കണ്ട് പറ്റിച്ചായി. കാറിവിടെ പണി ശരിയാക്കി നോക്കാണ്ട്. പോപ്പുലർ അതിരുമട ഭാഗത്തുള്ള പോയിട്ട് അവിടെ പോയിട്ട് കണ്ട വണ്ടി കാണിച്ചിടാണെങ്കിൽ ഇഷ്ടമാണ്. നമുക്കൊരു ഷിഫ്റ്റ് ഉണ്ട്. ഷിഫ്റ്റ് ട്രിപ്പ് പോയി ചെറിയതായതാണ്. വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ ഓക്കെ എന്നാൽ അവിടെ ക്ലാസ് ഒരു പ്രശ്നമല്ല. ക്ലൈം ഇടാൻ വന്നാൽ ഷിഫ്റ്റ് ക്ലൈം ഉണ്ട്. അപ്പോൾ ഇടാൻ വന്നത് പോപ്പുലർക്ക്. അപ്പോൾ വീഡിയോസ് കണ്ടു നോക്കി എന്തായാലും. ഇതാണ് ഗ്യാരേജിനുള്ളിൽ. വണ്ടി കാണുന്നുണ്ടോ അറിയില്ല. വണ്ടി ഇഷ്ടമുണ്ട. ആ വെള്ള പുറത്ത് ആണ് വണ്ടി. എന്തായാലും ഇവിടുന്ന് പോകും. അതൊക്കെ തന്നെ പറയാനുള്ളൂ. ബാക്കി നൗഫലിനായിട്ട് പോയിട്ട് പറയാം. നൗഫലിൻ്റെ അടിയിൽ പോകണം. നോക്കട്ടെ.
അല്ലെങ്കിൽ നമ്മൾ അസുഖമുണ്ടല്ലോ അങ്ങനെ കാണാൻ പറ്റുമോ. അപ്പോൾ ആയാലും ഓക്കെ എന്നാൽ ബൈ 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 ബൈ. അപ്പോൾ നിൽക്കുന്നത് നമ്മളെ അതിർമട ഭാഗത്താണ്. ഈ അതിർമട എന്ന് പേര് വരാൻ കാരണം ഒരു സംഭവമാണ്. അപ്പോൾ ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, അപ്പോൾ ആ വീഡിയോ കിട്ടുള്ളൂ. അപ്പോൾ അത് കണ്ടോക്കി വീഡിയോ എന്തായാലും. അതിർമട എന്ന് പേര് വരാനുള്ള കാരണം ഈ സംഭവം കാണിച്ചു തരാം. ഒരു ചരിത്രമാണ്, അത് കണ്ടോക്കി എന്തായാലും. ഈ വരുന്ന കിണർ, ഈ കാണുന്ന കിണർ ഇതാ, ഈ കിണർ കുഴിച്ചതാണ് പണ്ടത്തെ കാലത്ത് ആൾക്കാർ. അപ്പോഴാണ് ആ അതിർമട എന്ന് പറയുന്ന സാധനം കണ്ടത്. ഒരു മടയാണ്, ഇപ്പോൾ എത്ര തുറന്നിട്ടും കാണാത്തൊരു മടയാണ്. അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോട്ടക റോട്ടിൽ ഇവിടെ വർക്ക് നടക്കുന്നത് ഈ അടി മാന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നതിൽ കാണിച്ചു തരുന്നുണ്ട്. മട എല്ലാ മടയാണ്, ഒരു ആനക്കര പോലുള്ള അവിടെ മാന്തിക്കണ്ട. അതുപോലെ മാന്താണ്. ആ മാന്തൽ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇത് മാന്താണെന്നുണ്ടെങ്കിൽ അതിർമടൻ്റെ മട പറഞ്ഞ സാധനം കാണാം. പക്ഷെ അവർ ചെയ്തിക്കണം എന്താ വെച്ചാൽ ആ മട കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ താത്തിക്കാണ്ട് കൊണ്ടുപോയിക്കണം. അപ്പോൾ നമുക്ക് എന്താ നഷ്ടമാണ്. അത് മാന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ മടന്നെ കാണാം, അത്രയും വലിയ മട. അപ്പോൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യണം, നമുക്ക് ഭാഗ്യമില്ല എന്തായാലും. ഇതാണ് സ്ഥലം വരുന്നത്, അതിർമട CB ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിൽ. ഈ പുളിമരത്തിൻ്റെ അവിടെയാണ് ആ കിണർ കുഴിച്ചിട്ടുള്ളത്. അവിടെയാണ് റോഡ്. അവിടെ മാന്തിയിട്ടില്ല, താത്തിക്കാണ്ട് കൊണ്ടുപോയിക്കണത് കണ്ടാ. ഭാവിക്ക് താത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം മട, അതിർമട എന്താണുള്ളത്. ഓക്കെ, എന്നാൽ ഇനിയിപ്പോൾ അതിൻ്റെ പേര് എന്ത് ചെയ്യാം. അതിർമട പേര് വരാൻ കാരണം ഇതാണ്. ഇവിടെ മട വലിയ മടയാണ്. ഈ കിണർ കുഴിച്ചപ്പോൾ മട കണ്ടതാണ്. അപ്പോൾ ഓക്കെ എന്നാ, ഇങ്ങനെ പോട്ടെന്നാ, പിന്നെ കാണാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ അതിർമടയുടെ സ്ഥലം. കണ്ടാ, ഇതാണ് അതിർമട എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ ആ കിണറവിടെ കുഴിച്ചപ്പോൾ ഒരു മട കണ്ട്, അതിരിയാത്ത മട ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അത് ആൾക്കാരെ ഇറങ്ങി നോക്കുമ്പോൾ അത് വലിയ മട, അത്ര പോയിട്ട് കാണുന്നില്ല. അത്തിക്കൂടെ കരുവിലുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ വലിയപ്പൊക്കെ പറഞ്ഞിട്ടുന്ന അതാണ്. അപ്പോൾ അതാണ് സ്ഥലം. ഇത് കീറാണെങ്കിൽ നമുക്കൊരു ചരിത്രം ഇല്ലാതായി പോയത്. ഓക്കെ, അതിർമട എന്നുള്ള പേരിന് കാരണം വരാൻ കാരണം അതാണ്. അപ്പോൾ ഭാവിക്ക് അവിടെ കീറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിരിൻ്റെ മട കാണാമായിരുന്നു. ഇപ്പോൾ വീഡിയോ എടുക്കാനും പോലെ. പക്ഷേ അവരടച്ചിക്കണത്, അവർ മാന്നുന്നില്ല എന്നവിടെ നിയമം വന്നു. അപ്പോൾ ഓക്കെ, എന്തായാലും അറിയിക്കാം. വീട്ടിൽ പോകണം എന്തായാലും. ഓക്കെ, ബത്തക്ക എന്നതാണ് ബത്തക്ക. ലോഡ് വണ്ടി ചെരിഞ്ഞാണല്ലോ ഇർഫാന, ലോഡ് വണ്ടി ചെരിഞ്ഞാണല്ലോ. അപ്പോൾ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിർമടക്ക് വരിക, അതിർമട ജംഗ്ഷനിൽ വരിക. ഇതാണ് ആ കട, ബദ്രിയ സ്റ്റോർ. നമ്മൾ ചെക്കൻ്റെ കടയാണ്. ബത്തക്ക മത്തി പോലെ ബത്തക്ക എടുക്കണം. അപ്പോൾ എന്തായാലും അങ്ങനെ വീട്ടിലേക്ക് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ കാഴ്ച കാണിച്ചത്. ഈ സ്ഥലം തന്നെ കണ്ട റോഡാണ്ട, കാനാഞ്ചേരി ആണ്ട്, ഉമ്മർപ്പാടി ഇങ്ങണ്ട്, തവളഞ്ചനാണ്ട്, അതിരുമട ഇങ്ങണ്ട്. DYFI മഞ്ഞച്ചാല യൂണിറ്റ്. എന്നെ കാണണമെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടോ. അതാ പറഞ്ഞ ബത്തക്ക എന്തായാലും. എടാ ബത്തക്ക എന്താ കിലോ തന്നെ ഇർഫാന? 23 റുപ്യ. ചെറുതുണ്ട്, വലുതുണ്ട്, ഏതുണ്ട്. വ്ളോഗറാണ്, വ്ളോഗർ. അപ്പോൾ എന്താ ഓക്കെ എന്നാ, ഞാൻ ഉൾപ്പെടുത്തുന്ന കട വരുന്നത് അതിരുമട ഭാഗത്ത്. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ കണ്ടു നോക്കി, അവൻ പോവാണ്, ചെക്കനൊന്ന് കാണാൻ വന്നാൽ. അപ്പോൾ ഓക്കെ എന്നാ, എൻ്റെ കണ്ണിന് കിട്ടുകയാണെങ്കിൽ അറിയിക്കാം. ഓക്കെ. ഓപ്പോസിറ്റുള്ള ലേഡീസിൻ്റെ ഷോപ്പ്. ഇതിൽ എല്ലാ അടിക്കലും പിരിക്കലും പെണ്ണൊക്കെ കൊണ്ട് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെട്ടോളി. നമ്പർ സൂം ചെയ്ത് കാണിച്ചു തരാം. ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ നമ്പർ എഴുതിക്കോളി. 80 89 17 88 74. എന്തെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാ പെണ്ണുങ്ങളും ഡ്രസ്സ് അടിക്കലും ഫാഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ ജീവിച്ച് പോയിക്കോട്ടെ എന്തായാലും. അത് വരുന്നത് അതിർമട, ഞാൻ വന്ന റോഡിൽ തന്നെ, ഈ കടൻ്റെ അടുത്ത്. ഓക്കെ മക്കളെ, ബത്തക്ക പറഞ്ഞാൽ ഇതാണ് ബത്തക്ക. ഇവിടെ അതിർമട ഭാഗത്ത് നമ്മൾ പോണ പോക്കിൽ കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഇതാണ് സ്ഥലം, ഈ കാനാഞ്ചേരി റോട്ട്. ഇതാണ് കട. ബത്തക്ക ഉണ്ട്. ഇത് പോണ പോക്കിൽ കണ്ടത്. അപ്പോൾ വീഡിയോ ഉണ്ടോക്കി എന്തായാലും. ഓക്കെ, ഇതാണ് കട, ബദ്രിയ സ്റ്റോർ. ഇതാണ് ബത്തക്ക പറഞ്ഞ ബത്തക്ക. എടാ ബത്തക്ക ഇല്ലാത്ത 23. അപ്പോൾ ആ ബത്തക്ക എല്ലാവരും വരിക. ഇതാണ് കട, ഇർഫാൻ്റെ കട, അതിർമട റോട്ടിൽ. ഓക്കെ, വരില്ലല്ലോ. Tenga
എന്തായാലും വീട്ടിൽ എത്തിയപ്പോൾ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ റീൽസൊക്കെ വേണ്ടിയിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അത് കണ്ടോക്കിയതായാലും അതൊക്കെ ചിലപ്പോൾ ഇനി കാണാനുള്ളൂ. നമ്മൾ കണ്ടോക്കിയതായാലും വീട്. അപ്പോൾ റീൽസ് പോയി കണ്ടിട്ട് വരി. അടുത്ത ഈ വരാം. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് വരുന്നല്ലോ. ഓക്കെ, ബൈ. എമ്മിടിയാണ്ടാ പൊക്കടാ, എമ്മിടിയാണ്ടാ പൊക്കും. നിക്കാടാ എമ്മിടിയാണ്ടാ പൊക്കോ. നമ്പർ പ്ലേറ്റ് ഏതാ കാണുന്നത്? കേല 10. കാശ് പള്ളിക്കുളത്തിൽ അപ്പോൾ ഔട്ടർ എടുക്കാൻ വേണ്ടി നിസ്കരിച്ചാണെങ്കിൽ കണ്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഔട്ടർ എടുത്തിട്ടാണ് പോകാച്ചിട്ട്. എന്താ പള്ളിക്കുളം, ഞങ്ങൾ കുളമാണ്, ഞങ്ങൾ മഞ്ഞച്ചോലക്കുളം, പള്ളി മേലെ കണ്ട ചോലക്കുളം. അപ്പോൾ ഏതായാലും ഇതൊക്കെ തന്നെ ഉള്ളൂ വീഡിയോസ്. ഇന്ന് റമദാൻ 5 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. 6 വന്നു അല്ലേ, 6. അപ്പോൾ ഏതായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത്രയും സബ്സ്ക്രൈബ് കുറവുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും. ഓക്കെ.